വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് കോടതിയിൽ നിന്ന് വരുന്നത്. തൃശൂർ പാലിയേക്കരയിൽ ടോൾ വിലക്ക് തുടരും. ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് പൂർണ്ണമായി പരിഹരിച്ചിട്ടില്ലെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ടോൾ പിരിവ് പുനരാരംഭിക്കുന്നതിൽ വെള്ളിയാഴ്ച വിധി പറയാമെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, ഇന്നും വിശദമായി തന്നെ കോടതി പരിശോധിച്ചു. അപ്പോൾ പ്രശ്നങ്ങളുണ്ട് റോഡിൽ എന്ന കളക്ടറുടെ റിപ്പോർട്ട്, സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കോടതി വീണ്ടും അത് നീട്ടിവെച്ചിരിക്കുന്നത്. ടോൾ വിലക്ക് തുടരട്ടെ എന്നുള്ള തീരുമാനം തന്നെയാണ് കോടതിക്ക്. അനുജ, നിലവിൽ വിലക്ക് തുടരാൻ തന്നെയാണ് കോടതിയുടെ തീരുമാനം. അവസാന തീരുമാനം അത് വെള്ളിയാഴ്ച അറിയിക്കാമെന്ന് കോടതി നിലപാടെടുക്കുകയും ചെയ്തു. ഇന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഹാജരായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം കേന്ദ്ര സർക്കാരിന്റെ ഈ വിഷയത്തിലെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ തവണ ടോൾ വിലക്ക് വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനോട് ചില ചോദ്യങ്ങൾ കോടതി ചോദിച്ചിരുന്നു. അതിന് മറുപടിയാണ് തുഷാർ മേത്ത നൽകിയത്. ടോൾ നിരക്ക് വർദ്ധിപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരല്ല, മറിച്ച് ദേശീയപാത അതോറിറ്റിയാണ്. അത് അവരുടെ ചുമതല മാത്രമാണ്. കേന്ദ്ര സർക്കാരിന് ആ വിഷയത്തിൽ ഇടപെടാനാകില്ല എന്ന മറുപടിയാണ് നൽകിയത്. ഒപ്പം ടോൾ വിലക്ക് നീക്കാൻ കോടതി തയ്യാറാകണമെന്ന ആവശ്യവും കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് റോഡിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചു വരികയാണ്. കൃത്യമായ ഇടപെടലുകൾ ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തുണ്ടാകുന്നുണ്ട്. ടോൾ വിലക്ക് കൊണ്ട് മാത്രം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകില്ല എന്ന വാദമാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചത്. കോടതിയാകട്ടെ തൃശൂർ ജില്ലാ കളക്ടറോട് കഴിഞ്ഞ വട്ടത്തെ പോലെ തന്നെ റിപ്പോർട്ട് ചോദിച്ചിരുന്നു. ആമ്പല്ലൂരും അതോടൊപ്പം തന്നെ മുരിങ്ങൂർ മേഖലകളിലും ഗതാഗതക്കുരുക്ക് രൂക്ഷമെന്നാണ് തൃശൂർ ജില്ലാ കളക്ടർ നൽകിയ മറുപടി. അതുകൊണ്ട് ആ പ്രദേശത്ത് ഇന്ന് തന്നെ സന്ദർശനം നടത്തി എന്താണ് വേണ്ട നടപടികളെന്ന് സ്വീകരിക്കാൻ കോടതി തൃശൂർ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് വെള്ളിയാഴ്ച കോടതിക്ക് മുൻപാകെ എത്തും. അതുകൂടി പരിഗണിച്ചായിരിക്കും ടോൾ വിലക്ക് നീക്കുന്ന നടപടിയിലേക്ക് കോടതി കടക്കുക. ഒരുപക്ഷെ വെള്ളിയാഴ്ച തന്നെ ടോൾ വിലക്ക് നീക്കാനുള്ള നടപടി കോടതിയുടെ ഭാഗത്തുണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓഗസ്റ്റ് 6-ാം തീയതിയാണ് ടോൾ വിലക്ക് ഏർപ്പെടുത്തിയത്. ഏകദേശം 2 മാസവും 14 ദിവസവും പിന്നിടുകയാണ്. ഇപ്പോഴും ആ വിലക്ക് തുടരുന്നു. അത് കൃത്യമായി പരിഹരിക്കാൻ NHAയ്ക്ക് ആയിട്ടില്ല എന്നാണ് കോടതിയുടെ നിരീക്ഷണം. അനുജ, അതെ, അതാണ് അതിൽ കേന്ദ്രത്തിന്റെ നിലപാടൊക്കെ ഇന്ന് അവർ പറയുന്നുണ്ടായിരുന്നു. ടോൾ വിലക്ക് അത് നീക്കണം എന്നൊക്കെയുള്ള കാര്യം ഇതിൽ NHAയ്ക്കാണ്, കേന്ദ്രത്തിനല്ല ഇത്തരം കാര്യങ്ങളിലൊക്കെയുള്ള നിയന്ത്രണം എന്നുള്ളതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.